നമസ്കാരം. പശ്ചിമ ബംഗാളിൽ രജിസ്റ്റർ ചെയ്യപ്പെടുകയും ത്രിപുര കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോലും ഇതുവരെ മത്സരിച്ചിട്ടില്ലാത്ത നാഷണലിസ്റ്റ് സിറ്റിസൺസ് പാർട്ടി അഥവാ NCPI ഇനി ഇന്ത്യൻ പാർലമെന്റിലെ നാലാമത്തെ വലിയ കക്ഷിയാകുന്നു. പശ്ചിമ ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ തൃണമൂൽ കോൺഗ്രസിൽ ഉടലെടുത്ത കടുത്ത ആഭ്യന്തര ഭിന്നതയാണ് ദേശീയ രാഷ്ട്രീയത്തിന്റെ ചരിത്രത്തിൽ ഇന്നേ വരെ കേട്ടുകേൾവിയില്ലാത്ത ഈ വിചിത്ര പ്രതിഭാസത്തിന് വഴി തുറന്നത്. പാർട്ടിയിലെ തർക്കങ്ങളെ തുടർന്ന് തൃണമൂൽ കോൺഗ്രസിൽ നിന്നും എംപിമാരും പ്രമുഖ നേതാക്കളും കൂട്ടത്തോടെ NCPI എന്ന പ്രാദേശിക പാർട്ടിയിലേക്ക് ഒഴുകുകയാണ്. ഇതോടെ ഒരൊറ്റ രാത്രി കൊണ്ട് പാർലമെന്റിൽ വലിയ അംഗബലമുള്ള നാലാമത്തെ ശക്തിയായി മാറാൻ ഈ പ്രാദേശിക പാർട്ടിക്ക് സാധിക്കും. അണികളും വോട്ടർമാരും പോലും അമ്പരപ്പോടെയാണ് ദേശീയ തലസ്ഥാനത്തെ ഈ നാടകീയ രാഷ്ട്രീയ നീക്കങ്ങളെ നോക്കിക്കാണുന്നത്. ലഭ്യമായ വിവരങ്ങൾ പ്രകാരം 2022 നാഷണലിസ്റ്റ് സിറ്റിസൺസ് പാർട്ടി രൂപീകൃതമാകുന്നത്. തൊട്ടടുത്ത വർഷം, അതായത് 2023 നടന്ന ത്രിപുര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വെറും 3 സീറ്റുകളിൽ മാത്രമാണ് ഈ പാർട്ടി മത്സരിച്ചിരുന്നത്. അവിടെ പോലും കാര്യമായ ചലനമുണ്ടാക്കാൻ സാധിക്കാതിരുന്ന പാർട്ടിയിലേക്കാണ് ഇപ്പോൾ ലോക്സഭയിലെ വലിയൊരു വിഭാഗം ജനപ്രതിനിധികൾ അഭയം തേടിയെത്തിയിരിക്കുന്നത്. ഭരണഘടനയിലെ കൂറുമാറ്റ നിരോധന നിയമപ്രകാരമുള്ള അയോഗ്യത എന്ന വലിയ കടമ്പ മറികടക്കാനാണ് തൃണമൂലിലെ വിമതർ ഇത്തരമൊരു തന്ത്രപരമായ ലയന നീക്കം നടത്തിയത്. തൃണമൂൽ കോൺഗ്രസിന്റെ ആകെയുള്ള 28 ലോക്സഭാ എംപിമാരിൽ 20 പേരുടെയും പിന്തുണ തങ്ങൾക്കുണ്ടെന്ന് വിമതപക്ഷത്തെ പ്രമുഖ നേതാവും എംപിയുമായ കാകോലി ഘോഷ് ദസ്തിദാർ വ്യക്തമാക്കിയിട്ടുണ്ട്. ലോക്സഭാ സ്പീക്കർ ഓം ബിർളയുമായി നടത്തിയ നിർണായക കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് വിമതർ ഈ വലിയ അവകാശവാദം ഉന്നയിച്ചത്. പാർലമെന്റിലെ വർഷകാല സമ്മേളനം ആരംഭിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ അതീവ നാടകീയമായ രംഗങ്ങൾക്കാണ് കേന്ദ്ര തലസ്ഥാനം സാക്ഷ്യം വഹിച്ചത്. കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര യാദവിന്റെ വസതിയിൽ വെച്ച് ഒത്തുകൂടി കൃത്യമായി പദ്ധതി തയ്യാറാക്കിയ ശേഷമാണ് വിമത എംപിമാർ സ്പീക്കർ ഓം ബിർളയെ കാണാൻ പാർലമെന്റിലെത്തിയത്. തങ്ങൾ ഔദ്യോഗികമായി നാഷണലിസ്റ്റ് സിറ്റിസൺസ് പാർട്ടിയിൽ ചേർന്നതായും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA മുന്നണിക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്നതായും അവർ സ്പീക്കറെ അറിയിച്ചു. വിമതർ സ്പീക്കറുടെ ചേംബറിൽ എത്തുന്നതിന് തൊട്ടുമുമ്പായി പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയെ അനുകൂലിക്കുന്ന ഔദ്യോഗിക പക്ഷത്തെ എംപിമാരും വലിയ പ്രതിരോധവുമായി രംഗത്തെത്തിയിരുന്നു. തൃണമൂൽ കോൺഗ്രസ് ദേശീയ ജനറൽ സെക്രട്ടറി അഭിഷേക് ബാനർജി നൽകിയ ഔദ്യോഗിക കത്തുമായിട്ടാണ് കീർത്തി ആസാദ്, സാഗരിക ഘോഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം സ്പീക്കറെ കണ്ടത്. തൃണമൂൽ കോൺഗ്രസിൽ രൂപപ്പെട്ടിരിക്കുന്ന വൻ പിളർപ്പ് പാർലമെന്റിന്റെ ഉപരിസഭയായ രാജ്യസഭയിലും വലിയ ചലനങ്ങൾ സൃഷ്ടിക്കും. നിയമനിർമ്മാണങ്ങൾക്കും ഭരണഘടനാ ഭേദഗതി ബില്ലുകൾ പാസ്സാക്കുന്നതിന് രാജ്യസഭയിൽ 3/2 ഭൂരിപക്ഷം എന്ന മാന്ത്രിക സംഖ്യയിലേക്ക് അടുക്കാൻ ശ്രമിക്കുന്ന NDAക്ക് വീണുകിട്ടിയ വലിയൊരു അവസരമാണിത്. നിലവിൽ തൃണമൂലിന് ലോക്സഭയിൽ 28ഉം രാജ്യസഭയിൽ 9 ഉൾപ്പെടെ 37 എംപിമാരാണുള്ളത്. ഇതിൽ ഭൂരിഭാഗവും വിമതപക്ഷത്തേക്ക് നീങ്ങിയത് ഭരണമുന്നണിക്ക് വലിയ ആത്മവിശ്വാസമാണ് നൽകുന്നത്. തൃണമൂലിന്റെ 9 രാജ്യസഭാ എംപിമാരിൽ 3 പേർ ഇതിനോടകം തന്നെ തങ്ങളുടെ രാജി സമർപ്പിച്ചു കഴിഞ്ഞു. 245 അംഗങ്ങളുള്ള രാജ്യസഭയിൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകൾ പൂർത്തിയാകുമ്പോൾ NDAയുടെ അംഗബലം 148-ൽ നിന്ന് 151 ഉയരും. ഇതിനു പുറമെ രാജിവെച്ച 3 തൃണമൂൽ എംപിമാരുടെ സീറ്റുകളിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് കൂടി നടക്കുകയാണെങ്കിൽ NDAയുടെ ബലം 154ലേക്ക് എത്തും. മാന്ത്രിക സംഖ്യയായ 163ലേക്ക് ഇനി 9 പേരുടെ കുറവ് മാത്രമാകും ഉണ്ടാവുക. വരും ദിവസങ്ങളിൽ കൂടുതൽ തൃണമൂൽ എംപിമാരെ രാജിവെപ്പിച്ച് തങ്ങളുടെ പാളയത്തിലെത്തിക്കാനുള്ള സജീവമായ അണിയറ നീക്കങ്ങൾ BJP കേന്ദ്രങ്ങളിൽ തകൃതിയായി നടക്കുന്നുണ്ട്. എന്നാൽ ഭരണമുന്നണിയുടെ ആഹ്ലാദ പ്രകടനങ്ങൾക്കിടയിലും ചില വെല്ലുവിളികൾ അവശേഷിക്കുന്നുണ്ട്. വരാനിരിക്കുന്ന വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി തൃണമൂലിലെ ഈ ആഭ്യന്തര കലാപം പൂർണ്ണമായും മുതലെടുക്കാൻ BJPക്ക് സാധിച്ചില്ലെങ്കിൽ 3/2 ഭൂരിപക്ഷം എന്ന ലക്ഷ്യം പാതി വഴിയിൽ തടസ്സപ്പെടാം. വരും മാസങ്ങളിൽ, കൃത്യമായി പറഞ്ഞാൽ നവംബറിൽ, ഉത്തർപ്രദേശിൽ നിന്നുള്ള 10 രാജ്യസഭാ അംഗങ്ങൾ വിരമിക്കുകയാണ്. ഉത്തർപ്രദേശിലെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ പ്രതിപക്ഷ കക്ഷിയായ സമാജ്വാദി പാർട്ടി സീറ്റ് നില ഉയർത്തിയാൽ അത് NDAയുടെ രാജ്യസഭാ കണക്കൂട്ടലുകളെ വലിയ രീതിയിൽ ബാധിക്കും. ഈ ഒരു പ്രതിസന്ധി മുന്നിൽ കണ്ട് നിലവിൽ ഭരണ പ്രതിപക്ഷ സഖ്യങ്ങളുടെ ഭാഗമല്ലാത്ത YSR കോൺഗ്രസ് പാർട്ടി, ബിജു ജനതാദൾ, മരുമലർച്ചി ദ്രാവിഡ മുന്നേറ്റ കഴകം തുടങ്ങിയ പ്രാദേശിക പാർട്ടികളുടെ പിന്തുണ ഉറപ്പാക്കാനുള്ള ചർച്ചകളും അണിയറയിൽ സജീവമാണ്. ഏതായാലും പശ്ചിമ ബംഗാളിലെ ഒരു ചെറു പാർട്ടി ലോക്സഭയിലെ നിർണായക ശക്തിയായി മാറിയ അസാധാരണമായ രാഷ്ട്രീയ നാടകങ്ങൾക്കാണ് ഇന്ത്യൻ പാർലമെന്റ് വരും ദിവസങ്ങളിലും സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിലും വലിയ പിളർപ്പിന്റെ സൂചനകൾ നൽകിക്കൊണ്ട് ശിവസേന ഉദ്ധവ് താക്കറെ പക്ഷത്തെ 6 എംപിമാർ പാർട്ടി വിടാൻ ഒരുങ്ങുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. ലോക്സഭയിലുള്ള ഉദ്ധവ് പക്ഷത്തിന്റെ ആകെ 9 എംപിമാരിൽ 6 പേരാണ് നിലവിലെ മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെയുടെ പക്ഷത്തേക്ക് ചേക്കേറാൻ തയ്യാറെടുക്കുന്നത്. കൂറുമാറ്റ നിരോധന നിയമപ്രകാരമുള്ള അയോഗ്യതയിൽ നിന്ന് പൂർണ്ണമായി രക്ഷപ്പെടണമെങ്കിൽ കുറഞ്ഞത് 7 എംപിമാരെങ്കിലും ഒന്നിച്ച് പാർട്ടി വിടേണ്ടതുണ്ട്. ഈ സാഹചര്യത്തിൽ 7ാമനെ ഉറപ്പിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് വിമതർ.